ദൈവസന്നിൽ വന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ ലഭിച്ച നല്ല സമയത്തിനായി നന്ദി പറയുന്നു. റോമലേഖനം 8-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് നമുക്ക് ആ ഭാഗം ധ്യാനിച്ച് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റോമാലേഖനത്തിൻ്റെ വിഭജനവും അതോടുള്ള ബന്ധത്തിൽ നമ്മൾ അപഗ്രഥിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ വലിയ വിശദീകരണത്തിലേക്കൊന്നും ഇനിയും പോകാൻ സമയമില്ല. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ അടിത്തറകൾ പാകിത്തന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ഉപദേശ വിഷയങ്ങളുടെ ഒരു കലവറയാണ് ഈ റോമാലേഖനം എന്ന ലേഖനം. വളരെ അടുക്കും ചിട്ടയോടും കൂടെ ദൈവത്തിൻ്റെ വചനത്തിലെ ഉപദേശങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നു. നാം പഠിക്കുകയുണ്ടായി 1-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 3-ാം അധ്യായത്തിൻ്റെ 20 വരെ എല്ലാ മനുഷ്യനും പാപികളാണെന്ന് പൗലോസ് തെളിയിച്ചു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് തെളിയിച്ചുവല്ലോ എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അങ്ങനെ മാനവരാശി എല്ലാം ദേ വർ അണ്ടർ കണ്ടംനേഷൻ. ഒരു രക്ഷയും ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയാലും ഇല്ല. അങ്ങനെ അടഞ്ഞ ഇരുണ്ട ഒരു ചരിത്രത്തെ വരച്ചു കാണിച്ചാണ് 3-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പൗലോസ് അത് വരച്ചു തന്നത്. എന്നാൽ 3-21 തുടങ്ങുന്നത് ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്നവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ പ്രവൃത്തി കൂടാതെ വെളിപ്പെട്ടു വരുന്നു. എപ്പാർട്ട് ഫ്രം ലോ, എപ്പാർട്ട് ഫ്രം എനി വർക്ക്. മനുഷ്യൻ്റെ യാതൊരു പ്രവൃത്തിയും വേണ്ട, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടുമെന്ന് 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം തുടങ്ങി പൗലോസ് തെളിയിക്കുകയാണ്. അത് നമ്മൾ പഠിക്കുകയുണ്ടായി. 5-11 വരെയുണ്ട്. എത്ര മനോഹരമായി വിശ്വാസനീതീകരണം മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല. അബ്രഹാമിനെയും ദാവീദിനെയൊക്കെ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ പ്രവൃത്തിയിൽ പുകഴ്ന്നിരുന്ന യഹൂദന്മാരുള്ള ബന്ധത്തിലും അബ്രഹാം പരീക്ഷ നിൽക്കുന്നതിന് മുമ്പ്, അബ്രഹാം എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം ദൈവനീതിയായി കണക്കിട്ടു. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അവരെക്കുറിച്ച് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചും ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ഏൽപ്പിച്ച് മരിച്ച് ദൈവം ഉയർപ്പിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടാനുള്ളതാകിയാൽ തന്നെ. അങ്ങനെ നാം പഠിക്കുകയുണ്ടായി. അതിൻ്റെ മനോഹരമായ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. പാപികളായി നമ്മളെ എങ്ങനെ നീതീകരിക്കും, സിൻ സെപ്പറേഷൻ. 3-ാമത്തെ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ ഭാഗം, ആദ്യത്തെ ഭാഗം നമ്മൾ കണ്ടു പാപം, 2-ാമത്തെ ഭാഗം രക്ഷ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിൻ ആൻഡ് സാൽവേഷൻ. തിയോളജിക്കലി എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രപരമായി അതിന് പറയുന്ന വാക്കുകൾ കണ്ടംനേഷനും ജസ്റ്റിഫിക്കേഷനും. അതായത് ഒരു ശിക്ഷായോഗ്യരും അവരെ എങ്ങനെ നീതീകരിക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തമായി കാണിച്ചു. 3-ാമത് ഭാഗം നമ്മൾ പഠിക്കുകയാണ് സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ വേർപാട്. ദൈവത്തിന് വേണ്ടി എങ്ങനെ വേർതിരിഞ്ഞ് ജീവിക്കണം. ആ ഭാഗം ധ്യാനിച്ച് ഇന്ന് ദൈവം അനുവദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 12 തൊട്ട് 8-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗമാണ്. 5-12 തൊട്ട് 8-ൻ്റെ അവസാനം വരെയുള്ള ഭാഗം സെപ്പറേഷൻ അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ. ഇന്ന് നമുക്ക് ആ ഭാഗം പഠിച്ചു തീർത്തിട്ട് 2 ഭാഗം കൂടെ തീർക്കാനുണ്ട്. ആ 2 ഭാഗം 9, 10, 11 അധ്യായം യഹൂദനോടുള്ള ബന്ധത്തിലാണ്. അതിൻ്റെ ശേഷം ദൈവത്തെ എങ്ങനെ സേവിക്കണം 12 തൊട്ട് 16 വരെയുള്ള അധ്യായങ്ങളാണ്. ആ 2 ഭാഗം കൂടെ തീർക്കണം. എന്നാൽ ഇന്ന് 3-ാമത്തെ ഭാഗം നമുക്ക് ധ്യാനിച്ച് തീർക്കാം. നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 8-ാം അധ്യായം നമ്മൾ ഏതാണ്ട് 17 വരെയുള്ള വാക്യം ധ്യാനിക്കുകയുണ്ടായി. ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ ഓർത്തതുപോലെ പാപികളായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ശേഷം അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് 5-ാം അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കാം, ഫ്രീഡം ഫ്രം സിൻ. പാപം ചെയ്യാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കാം. 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ ന്യായപ്രമാണത്തിൽ നമ്മൾ ബാധ്യസ്ഥരല്ല, ന്യായപ്രമാണത്തിൽ നമ്മളെ മോചിപ്പിച്ചിരിക്കുകയാണ്. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മൾ ഓർത്തു 8-ാം അധ്യായത്തിനൊരു തലക്കെട്ട് കൊടുത്തത് ഡിക്ലറേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫ്രീഡം. ഒരു ക്രിസ്തീയ
വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം, അതിൻ്റെ പ്രഖ്യാപനമാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായൊരു ഭാഗമാണെന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. 4 സ്വാതന്ത്ര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ 2 നമ്മൾ ഓർത്തു, വളരെ മനോഹരമായ ഭാഗമാണ്. 1, ആദ്യത്തെ 4 വാക്യം, റോമാലേഖനം 8 ആദ്യത്തെ 4 വാക്യം, ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്, ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല. മാത്രമല്ല, നമ്മളിവിടെ വായിച്ചുകൊണ്ടിരുന്നത് പോലെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിപ്പാൻ കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിലൂടെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ ന്യായപ്രമാണം അനുസരിച്ച് നീതീകരണമല്ല. നമുക്ക് ന്യായപ്രമാണത്തെ അനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. 7-ാം അധ്യായം മുഴുവൻ പൗലോസ് എടുത്തു. ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രരാണ്. ഭാര്യ ഭർത്തൃബന്ധം എടുത്ത് കാണിക്കുകയാണ്. ഒരു ജീവിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ നാം ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ ഒരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരും. അതുപോലെ നമ്മോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണത്തെ ചൂണ്ടിക്കാണിച്ചു. ന്യായപ്രമാണത്തിന് സ്വാതന്ത്ര്യം ദൈവം തരുന്നത്, നാം ന്യായപ്രമാണത്തിന് മരിച്ചു. 6-ാം അധ്യായത്തിൽ പാപത്തിന് മരിച്ചു. 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിന് മരിച്ചു. ന്യായപ്രമാണത്തിന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ വേറെ ഒരുവനെ യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട നമുക്ക്, നമ്മൾ ഓർത്തതുപോലെ നമുക്ക് ശിക്ഷയൊന്നുമില്ല. ആദ്യത്തെ 4 വാക്യ റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചത് ഒരു ശിക്ഷയില്ലെന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു അറ്റൈൻമെൻറ്റ് കൊണ്ടുമല്ല ദൈവത്തിൻ്റെ നീതി നമുക്ക് സൗജന്യമായി ലഭിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല. അവിടെ താഴോട്ടുള്ള വാക്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർത്തു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുക, അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ക്രിസ്തുവിൽ, അല്ലെങ്കിൽ മനുഷ്യൻ ആദാമിൽ. ആദമിൽ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുമ്പോൾ ആദമിൽ നിന്റെ നമ്മളെ അടർത്തിയെടുത്ത് ക്രിസ്തുവിലാക്കി തീർത്തു. അങ്ങനെ ക്രിസ്തുവിലായി തീർന്നവരാണ് നമ്മളിവിടെ വായിച്ചത് ക്രിസ്തുവേശുവിലുള്ളവർ. ആത്മസ്നാനത്താൽ നമ്മളെ ക്രിസ്തുവേശുവിലാക്കി. 1 കൊരിന്ത്യർ 12:13. ദൈവത്തിൻ്റെ ആത്മസ്നാനത്താൽ നമ്മളെ ക്രിസ്തുവേശുവിലാക്കി. അങ്ങനെയുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല. ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്. പിന്നീട് നമ്മൾ കണ്ടു റോമാലേഖനം 8 5 തൊട്ട് 17 വരെയുള്ള വാക്യം വായിച്ചപ്പോൾ ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, പരാജയങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തരികയാണ്. നമ്മളൊരു ജഡസ്വഭാവമുണ്ട്, ഒരു താഴ്ചയുള്ളൊരു സ്വഭാവമുണ്ട്. പക്ഷെങ്കിൽ ഈ ജഡസ്വഭാവമുള്ള നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തിയല്ല നമ്മളിൽ വരുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ പ്രാപ്തി കൊണ്ടോ കഴിവുകൊണ്ടോ ദൈവന്യായപ്രമാണത്തെ അനുസരിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുകയല്ല. നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ട ആത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകി ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ നമ്മളെ അനുവദിക്കുകയാണ്. നമ്മൾ അങ്ങനെ 2 ഫ്രീഡം നമ്മൾ കണ്ടു. 3-ാമത്തേതിലേക്ക് നമുക്ക് കിടക്കാം. 18 വാക്യം തുടങ്ങിയുള്ളതാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. 18 തൊട്ട് ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെൻറ്റ്, നമ്മളെ നിരാശപ്പെടുത്തുന്ന സകല കാര്യങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം തരികയാണ്. നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരുപാട് കാര്യമുണ്ട്. ആ നിരാശപ്പെടുത്തുന്നൊരു വിശ്വാസിയെ ബാധിക്കുന്നില്ല. വി ഹാവ് ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെൻറ്റ്. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് 30 വരെയുള്ള വാക്യമാണ്. നമ്മൾ ആ ഭാഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അതിൽ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സൃഷ്ടിയെല്ലാം ഞെരുങ്ങുകയാണ്. ഗ്രോണിങ് ഞെരുങ്ങുകയാണ്. എന്ത് പറ്റി സൃഷ്ടിക്ക് എന്ത് പറ്റി? ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ഇറ്റ് വാസ് സോ പെർഫെക്റ്റ്. ഓരോ ദിവസത്തെ സൃഷ്ടിപ്പ് കഴിയുമ്പോൾ ദൈവം പറയുന്നത് എന്താണ്? നല്ലത്, നല്ലത്, നല്ലത്. ദൈവം നല്ലതേ സൃഷ്ടിക്കുകയുള്ളൂ. ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം നല്ലതാണ്. ദൈവം സൃഷ്ടിച്ച ഓരോന്നും നല്ലതാണെന്നാൽ മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലം ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ മരണവും പാപവും കടന്നു വരികയായിരുന്നു.
ദൈവം മരണത്തെ സൃഷ്ടിച്ചല്ല, മരണം കടന്നു വന്നതാണ്. പാപം മൂലം മരണം കടന്നു വന്നതാണ്. മനുഷ്യനോട് ആവശ്യപ്പെട്ടു, നിങ്ങളെ സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. വേല ചെയ്യുവാനും കാപ്പാനുമാണ് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നാക്കിയത്. അവിടെ ടില്ല് ചെയ്യുക മാത്രമല്ല, ഹി ഹാസ് ടു ഗാർഡ്. ശത്രു പ്രവേശിക്കാതെ സൂക്ഷിപ്പാൻ കടപ്പാടുണ്ടായിരുന്നു. അവൻ ശത്രു പ്രവേശിപ്പാൻ അനുവദിച്ചു കൊടുത്തു. അതുമൂലം നമ്മൾ നോക്കുക, മരണവും വേദനയും രോഗവും എന്തിനു പറയുന്നു, ഈ ലോകം അനുഭവിക്കുന്ന സകല കണ്ണുനീരിൻ്റെ പുറകിൽ ആദം ചെയ്ത പാപമാണ് കാരണം. നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുന്നു, ക്രിയേഷൻ ഗ്രോൺസ്. സൃഷ്ടി മുഴുവൻ ഞെരുങ്ങുകയാണ്. നോട്ട് ഓൺലി മാൻ ബട്ട് ഈവൻ ദ ക്രിയേഷൻ. മനുഷ്യൻ മാത്രമല്ല, ദൈവം സൃഷ്ടിച്ച സൃഷ്ടികൾ പോലും ഞെരുങ്ങുകയാണ്. നമുക്ക് നോക്കാം. ആദ്യത്തേത് 18 തൊട്ടുള്ള വാക്യം, 18 തൊട്ട് 22 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തം അത്രേ. സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. സകല സൃഷ്ടിയും ഇന്ന് വരെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുകയാണ്. ഗ്രോണിങ് വിത്ത് പെയിൻ. ഗ്രോണിങ് നോക്കുക, സൃഷ്ടിയുടെ ഗ്രോണിങ് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 18 തൊട്ട് 22 വരെയുള്ള വാക്യം വായിച്ചാൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയാട്ടെ. 18 വാക്യത്തിൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ. ഒന്ന്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ. അപ്പോൾ ഈ കാലത്തിൽ കഷ്ടങ്ങളുണ്ട്. 20 വാക്യം 2 കാര്യം പറയുന്നു. ദ്രവത്വത്തിൽ നിന്നുള്ള ദാസ്യം. സൃഷ്ടി ദ്രവിക്കുകയാണ്. 2, മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. വാനിറ്റി. നോക്കുക, ഈ പാപത്തിൻ്റെ ഫലമായി ഈ കാലത്തിൽ കഷ്ടങ്ങളുണ്ട്, സഫറിംഗ് ഉണ്ട്. സൃഷ്ടി ദ്രവിക്കുന്നു, ദ്രവത്വമാണ്, മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. 22 വാക്യത്തിൽ വരുമ്പോൾ സകല സൃഷ്ടിയും ഒരുപോലെ ഈറ്റുനോവോടിരിക്കുന്നു. ഗ്രോണിങ് വിത്ത് പെയിൻ. അപ്പോൾ 4 കാര്യങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ വേദനപ്പെടുന്നത് അത് നോട്ട് യൂസ്ലെസ്, അതുകൊണ്ട് പ്രയോജനമില്ലെന്നുള്ളതല്ല. ഇവിടെ നമ്മൾ വായിക്കുന്നു, ആ സൃഷ്ടി ഈറ്റുനോവോടിരിക്കുന്നെന്ന് പറയുമ്പോൾ ഒരു വിടുതൽ കിട്ടും, അതിനൊരു വിടുതൽ കിട്ടുമെന്നുള്ള ആശ. ഈ വാക്ക് ഒരു പ്രസവേദന എന്നുള്ള വാക്കാണ് വന്നിരിക്കുന്നത്. ഗ്രോണിങ് പെയിൻ. ഒരു സ്ത്രീക്ക് പ്രസവേദന വരുമ്പോൾ വളരെ വേദനയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെങ്കിൽ അവൾ ആ വേദനപ്പെട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി ആ കഷ്ടപ്പെടുമ്പോൾ there is a happiness on the other end. മറുഭാഗത്തൊരു സന്തോഷമുണ്ട്. ഇവിടെ ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിലും ദൈവം പറഞ്ഞതാണ്. ഒരു വാക്യം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം നോക്കിയാട്ടെ. പൗലോസ് പറഞ്ഞ വേറെ ഒരു ഭാഗം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 4:15 തൊട്ടുള്ള വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു. നമുക്ക് ആ ഭാഗം പരിചയമുള്ളതാണ്. കൃപ 16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. സൃഷ്ടി ഗ്രോണിങ് വിത്ത് പെയിൻ, അത് ഈറ്റുനോവോടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. എന്താ ആ കഷ്ടം നയിക്കുന്നത്? തേജസ്സിൻ്റെ നിത്യഘനം കിട്ടും. ഈ വേദന തേജസ്സിൻ്റെ നിത്യഘനത്തിലേക്ക് പോകുന്നു. ഇവിടെ പൗലോസ് എഴുതുകയാണ്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നതെല്ലാം താൽക്കാലികം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഈ മായയായ സകലവും താൽക്കാലികമാണ്. എവ്രിതിങ് ഈസ് ടെമ്പററി. ഇവിടെ നിൽക്കുന്ന എന്തുകൊണ്ട്? എല്ലാം മായയാണ്. മനുഷ്യൻ നേടുന്ന എല്ലാ നേട്ടങ്ങളും, മനുഷ്യൻ അഭിമാനിക്കുന്ന സകലതും മായയാണ്. ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയ പോലെ അത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. വിശ്വാസത്താൽ അത് കണ്ടുകൊണ്ട്
നിത്യമായതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ഇവിടെയുള്ള വേദന, ഈ സൃഷ്ടി പോലും ഞെരുങ്ങുന്നത് നിത്യമായൊരു തേജസ്സിൻ്റെ ഘനത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ ഓർത്ത പോലെ ആ പ്രസവവേദന, ഗ്രോണിങ് വിത്ത് പെയിൻ എന്ന് പറയുന്നത് ഒരു നല്ല നാളെ മുന്നിൽ കണ്ടുകൊണ്ട് അത് അനുഭവിക്കുകയാണ്. ടുമാറോസ് ഗ്ലോറിയസ് ലിബർട്ടി. സൃഷ്ടിക്ക് നാളെ മഹത്വപൂർണമായൊരു വിടുതൽ കിട്ടും. രണ്ടാമത് നമ്മൾ നോക്കുക, ഈ സൃഷ്ടി മാത്രമല്ല ഞെരുങ്ങുന്നത്, ദൈവമക്കളും ഞെരുങ്ങുകയാണ്. 23 തൊട്ട് 25 വരെയുള്ള വാക്യം നോക്കിയാട്ടെ. ബിലീവേഴ്സ് ഗ്രോണിങ്. സൃഷ്ടി മാത്രമല്ല, വിശുദ്ധന്മാരും ഞെരുങ്ങുന്നു. 23 തൊട്ട് 25 വരെയുള്ള വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. നാമും ഞെരുങ്ങുന്നു. ബാക്കിയൂടെ വായിക്കാം. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചു സൃഷ്ടി ഞെരുങ്ങുകയാണ്. എന്നാൽ ഇവിടെ വിശുദ്ധന്മാർ ഞെരുങ്ങുകയാണ്. വിശുദ്ധന്മാർ എന്തിനാണ് ഞെരുങ്ങുന്നത്? എന്നാൽ അവിടെ ഒരു പദപ്രയോഗമുണ്ട്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാമും. ആ വാക്ക് നോക്കിയാട്ടെ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാമം. ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. 8-ാം അധ്യായം നമ്മൾ ഓർത്തു. പരിശുദ്ധാത്മനാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോർട്ടേസ്റ്റ് ഓഫ് ദ ഗ്ലോറി ടു കം. വരുവാനിരിക്കുന്ന ആ മഹത്വത്തിൻ്റെ ഒരു രുചിയാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം ഞാൻ വായിക്കുന്നില്ല. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 23 തൊട്ട് 27 വരെയുള്ള വാക്യം എടുത്ത് വായിച്ചാൽ, ഒറ്റുകാര് കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചു. അവരെന്താണ്, എങ്ങനെയുള്ള സ്ഥലമാണ് എന്നവർക്ക് അറിഞ്ഞുകൂടാ. 400 വർഷം പ്രവാസം കഴിഞ്ഞ് അവർ ഈജിപ്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ദേശം എങ്ങനെയുള്ള ദേശമാണ് അറിഞ്ഞുകൂടാ. കനാൻ നാട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഒറ്റുകാരകത്തിയെന്ന് അവിടെ പലതും അവർ കണ്ടത് മാത്രമല്ല, ചിലതൊക്കെ പറിച്ചുകൊണ്ട് വന്നു. മുന്തിരിയൊക്കെ പറിച്ച് ഒരു തണ്ടിൽ അവർ ചുമന്നുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടെയുള്ളവരെ അവർ പറിച്ചുകൊണ്ട് വന്ന് മുന്തിരി നോക്കിയപ്പോൾ 2 പേർ ഒരു തണ്ടിൽ ഒരു മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് വരികയാണ്. ഇറ്റ് വാസ് എ ഫോർടേസ്റ്റ്. അത് അവർക്ക് ലഭിക്കുന്ന ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം എങ്ങനെയുള്ള ദേശമാണെന്നുള്ളതിൻ്റെ ഒരു ഫോർടേസ്റ്റ് ആയിരുന്നു. അതേ ആശയമാണ് ഇവിടെ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നമ്മൾ ഓർക്കണം. മുടിനായി പുത്രൻ്റെ ആ ഉപമ കർത്താവ് പറയുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ആ പിതാവിനോടുള്ള ബന്ധം ആ പുത്രന് തിരിച്ചു കിട്ടി. പിതാവിന് പുത്രനെ തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ട പുത്രൻ, പിതാവിന് അപമാനം കൊണ്ടുവന്ന പുത്രൻ, എല്ലാം നഷ്ടപ്പെടുത്തിയവൻ, വേശ്യകളോടുകൂടെ തൻ്റെ സ്വത്ത് മുഴുവൻ അത് ചെലവഴിച്ച് നശിപ്പിച്ച് മടങ്ങി വന്ന പുത്രനെ ആ പിതാവ് സ്വീകരിച്ച ശേഷം നാം അവിടെ വായിക്കുന്നു, അവരാനന്ദിച്ച് തുടങ്ങി. അവസാനിച്ചില്ല. ആ ആനന്ദം നിത്യതയോളം നിലനിൽക്കും. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആനന്ദം. അവരാനന്ദിച്ച് തുടങ്ങി, അവർ സന്തോഷിച്ച് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം എന്താണ്? റോമലേഖനം 14-ാം അധ്യായം നോക്കിയാട്ടെ. റോമൻസ് ചാപ്റ്റർ 14. റോമലേഖനം 14-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അവിടെ അതിൻ്റെ 17-ാം വാക്യം നോക്കാം. റോമലേഖനം 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ദൈവരാജ്യം ഇറ്റ്സ് നോട്ട് മെറ്റീരിയൽ. ഇത് ഭക്ഷണവും പാനീയമൊന്നുമല്ല, കുറേ സമ്പത്തുണ്ടാക്കുകയോ ഇവിടെ കുറച്ച് നേട്ടങ്ങളുണ്ടാക്കിയൊന്നുമല്ല. ദൈവരാജ്യം എന്താണ്? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഇത് കൂടുതൽ എന്താ മനുഷ്യന് വേണ്ടിയേ? സന്തോഷത്തിനല്ലേ മനുഷ്യൻ ഓടി കിടക്കുന്നേ? പലതും മനുഷ്യൻ നേടിയെടുക്കുന്നത് സന്തോഷത്തിനല്ലേ? അവൻ്റെ സന്തോഷത്തിന് സംതൃപ്തിക്കും വേണ്ടിയാണ്. എന്നാൽ ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്നു നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ അവർ സന്തോഷിച്ച് തുടങ്ങി. നമ്മൾ ഓർക്കണം, അതിൻ്റെ ഒരു ഫോർടേസ്റ്റാണ്, അതിൻ്റെ ഒരു അനുഭവം നമ്മളിവിടെ അനുഭവിച്ചു തുടങ്ങി. എങ്ങനെ അനുഭവിച്ചു തുടങ്ങി? ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ നൽകി, നമ്മളെ മുദ്രയിട്ട് ദൈവത്തിൻ്റെ വകയാക്കി. കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ ദൈവത്തിൻ്റെ ആത്മാവദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. നമ്മൾ ആരാണ്? ദൈവമക്കളാണ്. എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം! ഇത് കൂടുതൽ എന്താ വേണ്ടി?
മനുഷ്യൻ എന്താ ഇത് കൂടുതൽ വേണ്ടി? മനുഷ്യൻ ആഗ്രഹിക്കുന്ന സംതൃപ്തി. ഈ മനുഷ്യൻ മുഴുവൻ ഓടി നടക്കുന്നത് സന്തോഷത്തിന്, സമാധാനത്തിന്, സംതൃപ്തിക്കും വേണ്ടിയാണ്. അത് കർത്താവ് നമുക്ക് തരുന്നു. അത് നമ്മളിവിടെ ഓർത്ത പോലെ ആദ്യദാനം, ഫസ്റ്റ് ഫ്രൂട്ട്. ഇസ്രയേലിൻ്റെ ആദ്യദാനം എന്ന് പറയുമ്പോൾ അവർക്കൊരു ഉത്സവം തന്നെയുണ്ട്. അവരുടെ വിളവിൻ്റെ ആദ്യ ഫലത്തിൻ്റെ അനുഭവം എടുക്കുമ്പോൾ അതിൽ നിന്നറിയാം ആ വിളവ് എങ്ങനെയുള്ളതാണ് എന്നുള്ളതറിയാം. അതുപോലെ ഇസ്രയേല് ഒറ്റുകാരെ ആദ്യത്തെ മുന്തിരിക്കൊലയൊക്കെ പറിച്ച് കൊണ്ടുവന്നവരെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അതെന്താണെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ ക്രിസ്ത്യ ജീവിതം ഇങ്ങനെ സന്തോഷമാണെങ്കിൽ അവിടുത്തെ എന്തായിരിക്കും? ആ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ അതാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ആദ്യദാനം എന്ന ആത്മാവിനെ ലഭിച്ച നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇവിടെ വായിക്കുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്ത ഉള്ളിൽ ഞെരുങ്ങുന്നു. ദൈവമക്കൾ ഇന്നിവിടെ ഞെരുങ്ങുകയാണ്. എന്തിനു ഞെരുങ്ങുന്നു? ഈ ത്രില്ലിംഗ് ക്ലൈമാക്സ് ഓഫ് ദ അഡോപ്ഷൻ ആസ് സൺസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, നമ്മളെ ദത്തെടുക്കുകയാണ് കർത്താവ്. ദൈവം നമ്മളെ ദത്തെടുത്തു. എഫെസ്യർ 1 വായിച്ചു, പ്രിയനായവനിൽ നമ്മളെ ദത്തെടുത്തു. വി ആർ അഡോപ്റ്റഡ് ഇൻ ദ ബെലവഡ്, വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബെലവഡ്. നമ്മളെ ദത്തെടുത്തപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നമ്മളെ ദത്തെടുത്തപ്പോൾ വി ഹാവ് എൻ അഡൾട്ട് സ്റ്റാൻഡിങ്. നമ്മളെ ഒരു കുഞ്ഞായിട്ടല്ല, നമ്മളെ ഒരു ശിശുവായിട്ടല്ല, നമ്മളെ ഒരു മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മളെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപകളൊക്കെ അനുഭവിപ്പാൻ നമുക്ക് ആ സ്റ്റാൻഡിങ് കിട്ടി. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവഭവനത്തിലേക്ക് നമ്മൾ ജനിച്ചപ്പോൾ, എന്നാൽ അതിൻ്റെ ഫുൾ ഇൻഹെറിറ്റൻസ്, അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മളിവിടെ വായിച്ച പോലെ ആ വീണ്ടെടുപ്പ് ക്ലൈമാക്സ് ചെയ്യുമ്പോഴാണ്. ഇവിടെ വായിക്കുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21, 3-ന്റെ-20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദാറ്റ് ഈസ് എ ക്ലൈമാക്സ് ഓഫ് അവർ ഇൻഹെറിറ്റൻസ്. നമ്മുടെ അവകാശത്തിൻ്റെ മഹത്വപൂർണമായ ക്ലൈമാക്സ് നമ്മൾ ഓർത്ത പോലെ ഇന്ന് നമ്മളതിൻ്റെ ഒരു ഫോർട്ടേസ്റ്റ് അനുഭവിച്ചു. എ ത്രില്ലിംഗ് ക്ലൈമാക്സ്. എന്താണ് ത്രില്ലിംഗ് ക്ലൈമാക്സ്? നമ്മുടെ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഒന്ന് ആലോചിച്ച് നോക്കി, ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുക. എന്തൊരു ക്ലൈമാക്സ്, എന്തൊരു ത്രില്ലിംഗ് ആണ്. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ഇതെത്ര ഭയങ്കരമാണ്. ആ സമയങ്ങളിൽ, അതായത് ഇതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നു, അതിൻ്റെ 23-ാം വാക്യം നോക്കിക്കാട്ടെ. വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. വി ആർ വെയിറ്റിംഗ്, കാത്തുകൊണ്ടിരിക്കുക. വി ആർ വെയിറ്റിംഗ് വിത്ത് എ ഹോപ്പ്. ഒരു വലിയ പ്രത്യാശയോടുകൂടെ നമ്മൾ കാത്തിരിക്കുകയാണ്. 24-ാം വാക്യം വായിക്കുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ വാക്യം വളരെ പ്രസക്തമായൊരു വാക്യമാണ്. രക്ഷിക്കപ്പെട്ടത് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടത് ഇവിടെ വായിക്കുന്നു, വി ആർ സേവ്ഡ് ബൈ ഹോപ്പ്. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ഗൗരവം കുറച്ചുകൂടെ മനസ്സിലായത്. വി ആർ സേവ്ഡ് ബൈ ഹോപ്പ്. പ്രത്യാശ കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എന്താണ് ഈ പ്രത്യാശ? വാട്ട് ഈസ് ദിസ് ഹോപ്പ്? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സസ് 13, അതിൻ്റെ 13-ാമത്തെ വാക്യം 13 നോക്കുക. ഇവിടെ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്. നമുക്ക് മലയാളത്തിൽ അത് 11 വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയും കൊണ്ട് കാത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരുകയാണ്. എന്താ പ്രത്യാശ? ഒന്നാമതിവിടെ രേഖപ്പെടുത്തി ആ പ്രത്യാശ എന്താണെന്ന് പറയുന്നു. ഭാഗ്യകരമായ പ്രത്യാശ, ബ്ലെസ്സഡ് ഹോപ്പ്.
ബ്ലെസ്സഡ് ഹോപ്പ്, വി ആർ സേവ്ഡ് ബൈ ഹോപ്പ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് പ്രത്യാശയിലാണ്. ഇവിടെ വായിക്കുന്നു ആ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശയാണ്. ഇവിടെ വായിക്കുന്നു മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട്, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രത്യാശ. അവനെ നമ്മൾ കാണും, അവൻ്റെ മുഖം നമ്മൾ ദർശിക്കും, അവനെ നമ്മൾ കാണും. എന്നാൽ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ആത്മാവെന്ന ആദ്യദാനം നൽകിയപ്പോൾ നാം സ്വർഗീയ അനുഗ്രഹങ്ങളുടെ അനുഭവം നാം ഓർത്തതുപോലെ സമാധാനവും സന്തോഷവും ആ പ്രത്യാശയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു കാര്യത്തിൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഒരു വാക്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഏറ്റവും നല്ലത് വരാനിരിക്കുന്നേ ഉള്ളൂ. അവൻ വരുമ്പോൾ നമ്മളത് അനുഭവിക്കാൻ പോവുകയാണ്. അതുവരെ ഇവിടെയുള്ളതൊക്കെ ടെമ്പററിയാണ്. ഈ വേദനകളും ഈ പ്രയാസങ്ങളും ഈ കാണുന്നതൊക്കെ എല്ലാം താൽക്കാലികമാണ്. അതിന് 24 വാക്യത്തിൽ കാണുന്നത് പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്ന എന്തിന്? 2 കൊരിന്ത്യർ 4:15 തൊട്ടുള്ള വാക്യത്തിൽ നമ്മളത് വായിച്ചു. നമ്മൾ കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി മുഴുവൻ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നു. ഓൾ ക്രിയേഷൻ ഗ്രൂണിങ്, അത് വേദനപ്പെട്ട് ഞെരുങ്ങുകയാണ്. സൃഷ്ടിയുടെ ദൈവത്വം നോക്കി, ഈ ലോകമൊക്കെ എത്ര പെർഫെക്റ്റ് ആയിരുന്നു. കർത്താവ് ഇതിനെ സൃഷ്ടിച്ചപ്പോൾ എന്തോ മനോഹരമായിരുന്നു. ആ മനോഹരത്വം നമുക്ക് ഇമാജിൻ ചെയ്യാനൊക്കത്തില്ല. അത്ര മനോഹരമായി ഈ ഭൂമിയെ സൃഷ്ടിച്ചു. വെള്ളപ്പൊക്കമില്ല, മരുഭൂമിയില്ല, കൊടുങ്കാറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എന്തോ ഒരു അനുഭവമാണത്. എന്തായിരിക്കും ഏദൻ തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിൻ്റെ കരം കൊണ്ട് നട്ടുണ്ടാക്കിയതാണ് ആ ഭൂമി, ആ തോട്ടമൊക്കെ. മനുഷ്യനെ അവിടെയാണ് കൊണ്ടാക്കിയത്. ഹീ പ്ലാന്റഡ് എ ഗാർഡൻ. ദൈവം ഡിസൈൻ ചെയ്തൊരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ അത് എത്ര മനോഹരമാണ്. നമ്മൾ ഇതെല്ലാം തിരിച്ചു കിട്ടും. ഈ സൃഷ്ടിയെല്ലാം യഥാസ്ഥാനപ്പെടും. കർത്താവ് മടങ്ങി വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഈ ശരീരവും അതിനുവേണ്ടി ഞെരുങ്ങുകയാണ്. രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മളെ അലട്ടുമ്പോഴൊക്കെ നമ്മളതിൽ പരാജയപ്പെടാതെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിൻ്റെ കാരണം ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മൾ ഓർത്തു സൃഷ്ടി ഞെരുങ്ങുന്നു, വിശുദ്ധന്മാർ ഞെരുങ്ങുന്നു. മൂന്നാമത് ഞെരുങ്ങുന്ന കാണിക്കാം. അതിൻ്റെ 26 തൊട്ടുള്ള വാക്യം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞെരുങ്ങുന്നു. സൃഷ്ടി ഞെരുങ്ങുന്നു, വിശുദ്ധന്മാർ ഞെരുങ്ങുന്നു. അതിൻ്റെ 26 തൊട്ട് 30 വരെയുള്ള വാക്യം നോക്കിയാൽ ദ ഹോളി സ്പിരിറ്റ് ഓൾസോ ഗ്രോൺസ്. 26 തൊട്ടുള്ള വാക്യം നോക്കി, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളെ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സൗന്മൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നാം ഇവിടെ വായിക്കുന്നു അതിൻ്റെ 26 വാക്യത്തിൻ്റെ അവസാനം നോക്കിയേ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. സൃഷ്ടി ഞെരുങ്ങുന്നു, ഗ്രോണിങ് വിത്ത് പെയിൻ. ക്രിയേഷൻ ഈസ് ഗ്രോണിങ് വിത്ത് പെയിൻ. വിശുദ്ധന്മാർ ഞെരുങ്ങുന്നു, പുത്രത്വം ലഭിക്കുമെന്നുള്ള ആശയോടെ ഞെരുങ്ങുന്നു. നമ്മുടെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? 26 വാക്യത്തിൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ, ഉച്ചരിച്ചുകൂടാത്ത ഞെരുങ്ങം. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൾസോ ഗ്രോണിങ് ഇൻ അസ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവും ഞെരുങ്ങുകയാണ്. വിശുദ്ധന്മാർ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, God is concerned about the trials of His people. വിശുദ്ധന്മാരെ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ദൈവം അവനിൽ തൽപരനായിരിക്കുന്നു. തൽപരൻ എന്ന് പറയുമ്പോൾ He is concerned about it. അല്ലെങ്കിൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഞെരുങ്ങില്ല. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവൻ
മനുഷ്യരുടെ വേദനകൾ കണ്ടവൻ വേദനപ്പെടുന്നുണ്ട്. ഈസ് ഓൾസോ ഗ്രോണിങ്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം നോക്കിയാൽ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. എന്താ കാരണം? വിക്കനായ ചെകിടനായ ഒരു മനുഷ്യൻ. ആലോചിച്ച് നോക്കി, ദൈവ മനുഷ്യനെ അങ്ങനെയാണോ സൃഷ്ടിച്ചത്? അല്ല, വിക്കനുമാ അവൻ, ചെകിടനുമാ. അവൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച്. കർത്താവിൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവനെ കണ്ടിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടെന്നാണ് മർക്കോസ് 7:34 വായിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതയൊക്കെ കാണുമ്പോൾ, ഈ ലോകത്തിലുള്ള മനുഷ്യരെയൊക്കെ അങ്ങനെ ഡിഫോമായിട്ടുള്ളവരെയൊക്കെ കാണുമ്പോൾ നമുക്കും പലപ്പോഴും ദുഃഖമൊക്കെ തോന്നാറുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് അതിലും ദുഃഖിക്കുന്നു. ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു വിക്കനെയും ചെകിടിനെയും കർത്താവിൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു കർത്താവ്. 2, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11:33-35 വരെയുള്ള വാക്യത്തിൽ ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലകി. യേശു കണ്ണുനീര് വാർത്തു. അവരുടെ വേദനയിൽ ഹി വാസ് ഗ്രോണിങ്. ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ജഡമെടുത്ത് വന്നപ്പോൾ അവൻ ഗ്രോൺ ചെയ്തു, അവനും വേദനപ്പെട്ടു, അവനും ഞെരങ്ങി. ഇന്നോ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിനെ തന്നു. ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഞെരുങ്ങുകയാണ്. എന്തിനാ പരിശുദ്ധാത്മാവ് ഞെരുങ്ങുന്നത്? 26-ാം വാക്യം നോക്കിയാട്ടെ. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താണ് ഈ ബലഹീനത? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്നും ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയും. എന്തിനാണ് ആത്മാവ് നമ്മളിൽ ഞെരുങ്ങുന്നത്? എന്തിനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്? നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമുക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു കുഞ്ഞു വന്ന് അപ്പം ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഒരപ്പനെ അറിയത്തുള്ളൂ കുഞ്ഞിൻ്റെ കയ്യിൽ തേൾ കൊടുക്കണോ, കത്തി കൊടുക്കണോ? മുട്ട ചോദിച്ചാൽ ഇന്നത് തേളിലേക്ക് എടുത്ത് കൊടുക്കുമോ? കൊടുക്കത്തില്ല, അപ്പം കൊടുക്കത്തില്ല. കുഞ്ഞിനെ ചോദിക്കാം, എനിക്കത് വേണം, എനിക്ക് ആ കത്തി വേണം, ആ കുഞ്ഞിന് ചോദിക്കാം. പക്ഷേ അപ്പനറിയാം അത് ആ കുഞ്ഞിന് ദോഷം ചെയ്യും, കൊടുക്കാൻ പാടില്ല എന്നറിയാം. ഇത് തന്നെയാണ് ഇവിടെയും രേഖപ്പെടുത്തുന്നത്. സ്വർഗീയ പിതാവിന് അറിയാം എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്ത് തരണം, എന്ത് തരരുത്. എന്താ എനിക്കത് തരാത്തത്? ഞാൻ മറ്റുള്ളവരെ നോക്കുമ്പോൾ എനിക്കത് വേണമെന്ന് ഞാൻ ചിലപ്പം പറയും. പക്ഷേ ദൈവം എന്താ എനിക്ക് തരാത്തത്? എനിക്ക് തന്നാൽ അത് എനിക്ക് ദോഷകരമായി തീരുമെന്ന് കർത്താവിനറിയാം. ഞാൻ പലപ്പോഴും എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ് മുടിയനായ പുത്രൻ. ആ മുടിയനായ പുത്രൻ്റെ ഉപമകർത്താവ് പറയുമ്പോൾ, അപ്പാ എൻ്റെ പങ്കെനിക്ക് വേണം. അവൻ്റെ നിർബന്ധം കൊണ്ട് അപ്പൻ ആ പങ്കെടുത്തം കൊടുത്തു. എന്ത് സംഭവിച്ചു വന്നോട്ട്? അപ്പനിൽ നിന്ന് അവൻ അകലാൻ തുടങ്ങി. ഒരു സ്നേഹമുള്ള പിതാവ് തന്നിൽ നിന്ന് അകലുവാൻ വേണ്ടത് എടുത്തു കൊടുക്കുമോ? കൊടുക്കത്തില്ല. എനിക്ക് നിങ്ങൾക്കും അത് തന്നെയാണ്. വേണ്ടും പോലെ നമുക്ക് അറിഞ്ഞുകൂടെ പ്രാർത്ഥിപ്പാൻ. വി ഡോണ്ട് നോ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്കത് ഡിസൈൻ ചെയ്ത് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കും. പക്ഷേ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ അപേക്ഷിക്കുന്ന കർത്താവ് തരികയായിരുന്നെങ്കിലോ? ഈ മുടിയനായ പുത്രൻ ചോദിച്ചത് കൊടുത്തു, അവൻ അപ്പോൾ നിന്ന് മാറിപ്പോയതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കോട്ട സംഭവിക്കും. കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോഴും, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. നമ്മുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമായിരിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനറിയാം ദൈവഹിതം. കാരണം പരിശുദ്ധാത്മാവ് ദൈവത്തോട് ഈക്വലൻ്റാണ്. ഹീസ് സെയിം. തൃത്വത്തിൽ അവർ സാരാംശത്തിൽ ഒന്നാണ്. ആ പരിശുദ്ധാത്മാവിന് ദൈവഹിതം എന്തെന്നറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരകങ്ങളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. എൻ്റെ സഹോദരന്മാരെ, എന്തൊരു കാര്യമാത്! എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാ നമ്മളെ ദൈവഹിതത്തിലേക്ക് നയിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിന്ന് വേണ്ടുപോലെ പ്രാർത്ഥിക്കുന്നത് നാം അറിയാത്തത് കൊണ്ട്
ഉച്ചരിച്ചുകൂടാത്ത ഞരക്കുകളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിഹ്നം ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നുവെന്നറിയുന്നു. ഇതൊരു വളരെ ഗൗരവമേറിയ കാര്യം. എന്നെ ഇങ്ങനെ ദൈവം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകി, എൻ്റെ നന്മയ്ക്കായുള്ളത് പരിശുദ്ധാത്മാവ് ഞെരുങ്ങി പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്ത് നോക്കി. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നന്മകൾ പലതാണ്. ഒന്ന്, നമ്മെ പുത്രനെ പോലെ ആക്കി തീർക്കുക. പലപ്പോഴും നമ്മൾ പുത്രനെ പോലെ ആകാതെ നമ്മളതിന് വിരുദ്ധമായി നമ്മുടെ ക്യാരക്ടറൊക്കെ വളരുമ്പോൾ, ഞാനിങ്ങനെ പറയട്ടെ, ആത്മാവ് നമ്മളിൽ ഞെരുങ്ങി അങ്ങനെ ഗ്രോൺ ചെയ്ത് നമുക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ഞെരുങ്ങി പ്രാർത്ഥിക്കുകയാണ്, ഇൻറ്റർസീഡ് ചെയ്യുകയാണ്. അത് നമ്മളെ ഭാരപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് നമുക്ക് നോക്കാം, ഒരിക്കലും ഒരു വിശുദ്ധൻ ഇത് പറയുമ്പോൾ ഓർക്കണം, അവന് തളർന്നു പോകേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് അതാണ് പൗലോസ് പറയുന്നത്. 28-ാം വാക്യം നോക്കിയാട്ടെ. 28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. എല്ലാം നന്മയ്ക്കായി തിരികെയല്ല, ദൈവം എന്താ ചെയ്യുന്നത്? എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഗോഡ് ഈസ് അറ്റ് വർക്ക്. നമ്മൾ 28-ാം വാക്യത്തിൽ വായിച്ചു, ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ 29-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് God has a perfect plan concerning us. നമ്മളെ സംബന്ധിച്ച് ദൈവത്തിനൊരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്. പെർഫെക്റ്റ് പ്ലാൻ. ആ 29-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. 29-ാം വാക്യം, അവൻ മുന്നറിഞ്ഞവരെ സകലം കൂടി വ്യാപരിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ 29-30 വാക്യം വരെ വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സൗരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. സൗന്മാരെ, ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഹി ഹാസ് എ പെർഫെക്റ്റ് പ്ലാൻ. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ഗോഡ് ഹാസ് എ പെർഫെക്റ്റ് പ്ലാൻ. ആ പദ്ധതി ദൈവം നിർവഹിച്ചെടുക്കും. 1-2 വാക്യം ഞാൻ കാണിച്ചോട്ടെ. ഈ പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശം എപ്പോൾ തുടങ്ങിയതാ? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ എപ്പോൾ തുടങ്ങിയതാ? ആദ്യം നമുക്ക് എഫേസ്യലേഖനം 1-ാം അധ്യായം നോക്കാം. എപ്പോഴാണ് ഈ പദ്ധതി തുടങ്ങിയെന്ന് നോക്കാം. എഫേസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം. എഫേസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയതിൻ്റെ കൃപാമഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ആരംഭിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ എറ്റേണിറ്റി. നിത്യതയിൽ ആരംഭിച്ചു എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്തകൾ. അങ്ങനെയാണോ? ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിത്യതയിൽ ആരംഭിച്ചു എന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതി. ഞാൻ ജനിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ അറിഞ്ഞു. അവൻ്റെ നിത്യമായ പദ്ധതിയിൽ എന്നെ ഉൾപ്പെടുത്തി. വേറൊരു വാക്യം വായിക്കാം. എന്തോ ഒരു വാക്യം. 139-ാം സങ്കീർത്തനം എടുത്താട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ആനന്ദിക്കേണ്ട ഒരു വേദഭാഗമാണ്. ദൈവസന്നിൽ മുട്ടുമടക്കുവാൻ ഉതകുന്ന ഒരു വേദഭാഗമാണ്. 139-ാം സങ്കീർത്തനത്തിൻ്റെ 13-ഉം 15-ഉം വാക്യം, 13 തൊട്ടുള്ള വാക്യം. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചു. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവല്ലായിരുന്നു. ആരാ നമ്മളെ സൃഷ്ടിച്ചത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ നീയല്ലോ എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ എന്നെ സൃഷ്ടിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. വേവ്ഡ് എന്നാണ്.
അവൻ്റെ കരമാണ് എന്നെ വേവ് ചെയ്തെടുത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? എനിക്ക് ഇത്ര അടി ഹൈറ്റ് വേണം, എനിക്ക് ഇത്രയും വണ്ണം വേണം, എനിക്ക് ഇന്ന നിറമായിരിക്കണം, എൻ്റെ ബേസിക് നേച്ചർ ഇന്നതായിരിക്കണം, എൻ്റെ DNA ഇന്നതായിരിക്കണം. ആരാ ഇതുണ്ടാക്കിയത്? I am what I am because of him. എന്നെ എൻ്റെ അമ്മയുടെ ഗർഭമാത്രത്തിൽ അവൻ ഒഴിവാക്കി. നമ്മൾ ഓർക്കണം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ലോകത്തിലുള്ള, ഞാൻ ചിലപ്പോൾ ഓർത്തത് അതിശയിച്ചിട്ടുണ്ട്, ഏത് കുഞ്ഞ് ജനിച്ചാലും ആ കുഞ്ഞിനെ ശാരീരികമായി ഉണ്ടാക്കുക മാത്രമല്ല, മനുഷ്യന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ തിരുവചനം അത് പറയുന്നു. അവൻ്റെ കൈയാണ് എന്നെ നിർമ്മിച്ചതും, അവനാണ് എന്നെ മെടഞ്ഞെടുത്തതും, അവൻ എന്നെ സൃഷ്ടിച്ച് അതിശയമായി സൃഷ്ടിച്ചെന്നുള്ളത്. ഓരോ മനുഷ്യ ജീവിതവും അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ദൈവം പറയുന്നുണ്ട്. സക്കറിയാവ് 12:1 പലപ്പോഴും കാണാതെ നമുക്കറിയാം. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത യഹോവ അരുളി ചെയ്യുന്നു. ആരാ മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിനെ ഉണ്ടാക്കിയത്? ദൈവമാണ്. എബ്രായർ ലേഖനം 12:9, ഹീബ്രൂസ് 12:9, എബ്രായർ 12:9 വായിക്കുന്നു, ആത്മാക്കളുടെ പിതാവ്, എൻ്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ച പിതാവാണവൻ. മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ച ദൈവമാണ്. എന്നെ അത്ഭുതവും അതിശയമായി അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചെടുത്ത ദൈവമാണ്. ഞാനത് അംഗീകരിക്കണം. എൻ്റെ പേഴ്സണാലിറ്റി ദൈവം സൃഷ്ടിച്ചതാണ്. എൻ്റെ വ്യക്തിത്വം ദൈവം എനിക്ക് തന്നതാണ്. എൻ്റെ നിറം ദൈവം എനിക്ക് തന്നതാണ്. എന്നെ ഇങ്ങനെ ആക്കിയത് ദൈവമാണ്. എൻ്റെ ഉള്ളിലൊരു ആത്മാവിനെ നിർമ്മിച്ചത് ദൈവമാണ്. എന്നെ അങ്ങനെ മെടഞ്ഞെടുത്തെന്ന് മാത്രമല്ല, ഇനി അടുത്ത ശ്രദ്ധിച്ചാട്ടെ, 16-17 വാക്യം, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അയ്യോ, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ ദൈവം എന്നെ സൃഷ്ടിക്കുക മാത്രമല്ല, ഈ ഹാഡ് എ പെർഫെക്റ്റ് പ്ലാൻ കൺസേണിങ് മീ. അതൊക്കെ മുമ്പേ എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. എന്നെ ഇങ്ങനെ നിർമ്മിച്ചു. മൈ പേഴ്സണാലിറ്റി ഈസ് ഫ്രം ഹിം. എന്നെ ഈ നിറത്തിൽ, ഈ DNA, ഈ രൂപത്തിൽ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ സൃഷ്ടിച്ച് എൻ്റെ ഉള്ളിലൊരു ആത്മാവിനെ നൽകുക മാത്രമല്ല, ഒരു ദിവസങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ഇതെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കൺസേണിങ് മീ, എവറിത്തിങ് വാസ് റിട്ടൺ കൺസേണിങ് മീ ഇൻ യുവർ ബുക്ക്. അത് നിർവഹിച്ചെടുക്കുമോ? നോക്കിയാട്ടെ, 138-8 വാക്യം, സങ്കീർത്തനം 138 വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ദ ലോർഡ് വിൽ പെർഫെക്റ്റ് ഓർ കംപ്ലീറ്റ് ദാറ്റ് വിച്ച് കൺസേൺ മീ. ദ ലോർഡ് വിൽ കംപ്ലീറ്റ് ദാറ്റ് വിച്ച് കൺസേൺസ് മീ. എന്നെ സംബന്ധിച്ചുള്ളതെല്ലാം ദൈവം പൂർത്തീകരിക്കും. NIV ദ ലോർഡ് വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ഫോർ മീ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അവൻ നിർവഹിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം തിരുവുള്ളമുണ്ടായി നിവർത്തിക്കുകയാണ്. സഹോദരീ ദൈവം നമ്മളെ വളരെ കരുതുന്നു. നാം വളരെ വിലപ്പെട്ടവരാണ്. വി ആർ വെരി പ്രഷ്യസ് ബിഫോർ ഹിം ആൻഡ് ഹി ഹാസ് എ പെർഫെക്റ്റ് പ്ലാൻ. നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പെർഫെക്റ്റ് പ്ലാനുണ്ട്. നാം ഇവിടെ വായിക്കുന്നു, ദൈവം മുന്നറിഞ്ഞവരെ, whom God foreknew. ദൈവം മുന്നറിഞ്ഞവരെ, ദൈവം എന്ത് ചെയ്യുന്നു? അവിടെ വായിക്കുന്നത് എന്താണ്? മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകണം. പുത്രനെ പോലിരിക്കുന്ന അനേക പുത്രന്മാരെ സൃഷ്ടിക്കുമ്പോൾ ഈ വിൽ ബി ദ ഫസ്റ്റ് ബോൺ. ഒരു സഹോദരന്മാരുടെ സംഘം, അവരുടെ മധ്യത്തിൽ ഹീസ് ദ ഫസ്റ്റ് ബോൺ. ആദ്യജാതനായി അവൻ നിൽക്കും. അവനെ പോലെ തന്നെ ഇരിക്കുന്ന സഹോദരന്മാർ. അവിടെ വായിക്കുന്നു, അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപക്കാൻ നമ്മളെ മുൻ നിയമിച്ചു. വളരെ പ്രശ്നമുള്ളൊരു ഭാഗമാണിത്. അനേകർക്ക് സംശയമുള്ളൊരു ഭാഗമാണ്. ദൈവം മുൻ നിയമിച്ചല്ലോ, ഞാൻ അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തത് ദൈവം എന്നെ മുൻ നിയമിക്കാത്തതുകൊണ്ടാണ്. ബൈബിളിൽ പ്രീ
ഡെസ്റ്റിനേഷൻ എന്നുള്ള വാക്ക് ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺലി ഫോർ ദ സേവ്ഡ് പീപ്പിൾ. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഈ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന വാക്ക്. ഞാനൊരു ഭാഗം ഒന്ന് കാണിക്കാം. 9-ാം അധ്യായം എടുത്താട്ടെ, നമ്മുടെ മുന്നേ തുറന്നിരിക്കുന്ന പുസ്തകമാണ്. ഒരിക്കലും ബൈബിളിൽ നരകത്തിൽ പോകാൻ ഒരാളെ പ്രീ ഡെസ്റ്റിൻ ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. നെവർ. എന്താ ഇതിൻ്റെ അർത്ഥം? 9-ാം അധ്യായം നോക്കിയാട്ടെ, റോമലേഖനം 9:22 തൊട്ടുള്ള വാക്യം. ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ച് നാശയോഗ്യമായ കോപപാത്രങ്ങൾ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. ആ വാക്യത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അവിടെ വായിക്കുന്നു മുന്നൊരുക്കിയ കരുണാപാത്രങ്ങൾ. അപ്പം കരുണാപാത്രങ്ങളാണ് നമ്മളൊക്കെ. അവരെ എന്ത് ചെയ്തു? ദൈവം മുന്നൊരുക്കി. കോപപാത്രങ്ങളെ മുന്നൊരുക്കുന്നുണ്ടോ? കോപപാത്രങ്ങളെ മുന്നൊരുക്കുന്നുണ്ടോ? ഇല്ല, അത് രേഖപ്പെടുത്തിയിട്ടില്ല. കരുണാപാത്രങ്ങളെ ദൈവം മുന്നൊരുക്കി. ഞാൻ ഓർപ്പിച്ച പോലെ പ്രീ ഡെസ്റ്റിനേഷൻ ഈസ് അപ്ലൈഡ് ഓൺലി ഫോർ ബിലീവേഴ്സ്. രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം തിരുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ദൈവം അവരെ മുൻ നിയമിച്ചു. ഒരിക്കലും ഒരുത്തൻ നഷ്ടപ്പെടാൻ മുൻ നിയമിച്ചിട്ടില്ല. ഒരുത്തൻ നരകത്തിൽ പോകാൻ ദൈവം മുൻ നിയമിച്ചിട്ടില്ല. റോമലേഖനം 9:22 വാക്യത്തിൽ വായിച്ചത് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണപാത്രങ്ങളുണ്ട്. അതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എനിക്കറിയില്ല. അവിടെയാണ് ആരാധിപ്പാൻ ഞാൻ പ്രേരിതനായി മാറുന്നത്. അവൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്താൻ പ്രേരിതനായി മാറുന്നത്. ദൈവമേ, നീ എന്നെ മുൻ നിയമിച്ചു. മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഒരു ദൈവദാസൻ ഇങ്ങനൊരു ദൃഷ്ടാന്തം പറഞ്ഞു. ഇങ്ങനൊരു വെള്ളച്ചാട്ടം, വലിയൊരു വെള്ളച്ചാട്ടം, ഒരുപാട് പേരെ ഒഴുക്കെടുത്തുകൊണ്ട് പോകുമ്പോൾ കരയ്ക്ക് നിന്നൊരു മനുഷ്യൻ കൈ നീട്ടി ചിലരെ വലിച്ച് കരയ്ക്കോട്ട് കയറ്റി. അവൻ ഒഴുകിപ്പോയവർക്ക് കുറ്റം പറയാനൊക്കുമോ? എന്നെ വലിച്ചു കയറ്റാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചത്തുപോയെന്ന് പറയാനൊക്കുമോ? ഇല്ല. പക്ഷേ കരയ്ക്ക് വന്നവർക്ക് പറയാം, അയ്യോ എന്നെ രക്ഷിച്ചല്ലോ, ആ കരം എന്നെ പിടിച്ചല്ലോ. രക്ഷിക്കപ്പെട്ട നമ്മൾ അത്ഭുതപ്പെടുന്നതാണ്. എനിക്കാ ദൈവകരുണ കിട്ടിയല്ലോ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. എന്നാൽ ആ ഒഴുക്കിൽപ്പെട്ട് നാശത്തിലേക്ക് പോയവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഒരുക്കിയ കരുണാപാത്രങ്ങളാണ്. നമ്മളെ ഇവിടെ വായിച്ച പോലെ ദൈവം മുൻ നിയമിച്ചതാണ്. രക്ഷിക്കപ്പെട്ടവരെ, നാശത്തിലേക്ക് പോകുന്നവരെ ഒരിക്കലും മുൻ നിയമിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നോക്കണം, ഈ നാശത്തിലേക്ക് പോകുന്നവരെ റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് 21 വരെയുള്ള വാക്യം വായിച്ചാൽ ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുന്നില്ല. ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നത് കൊണ്ട് ദേ ആർ കണ്ടംപ്റ്റ്. അവർ എന്തുകൊണ്ടാണ് ശിക്ഷായോഗ്യരായി മാറുന്നത്? ക്രിസ്തുവിനെ അവർ സ്വീകരിക്കുന്നില്ല. അവർ കോപപാത്രങ്ങളായി കഴിയുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ദൈവം മുൻ നിയമിച്ചവരെ വിളിച്ചു. 1-2 വാക്യം നമുക്ക് നോക്കാം. 2 തെസ്സലോനിയർ 2-ാം അധ്യായം, 2 Thessalonians chapter 2. ദൈവം വിളിച്ചു. ആ വിളി ഞാൻ കേട്ടു. 2 തെസ്സലോനിയർ 2-ാം അധ്യായം, 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. 13-14 വാക്യം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനും സത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സുവിശേഷത്താൽ നമ്മളെ വിളിച്ചു. എന്തിനാണ് വിളിച്ചത്? ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ ദൈവം എന്നെ വിളിച്ചു. എബ്രായർ 3:1 വായിക്കുന്നു, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ദൈവം വിളിച്ചപ്പോൾ അത് കേൾപ്പാൻ മനസ്സുണ്ടായി. ഇസ്രായേലിനോട് പറയുന്നുണ്ട്, ഇസ്രായേലെ കേൾക്കാ, ഓ ഹിയർ ഇസ്രായേൽ, കേൾക്കാൻ ലോകത്തിൽ ആരുമില്ല. എന്നാൽ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ക്ഷമ എന്ന് പറയുന്ന അവർ ഉരുവിടുന്ന പ്രാർത്ഥന ഇതാണ്, അല്ലയോ ഇസ്രായേലെ കേൾക്കാ, നിന്റെ ദൈവമായ യഹോവ ഏകനാണ്. ദൈവത്തോട് പറഞ്ഞത് കേൾപ്പാൻ അവരുടെ കാതുകൾ കൂർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. അവൻ്റെ വിളി കേൾപ്പാൻ, സുവിശേഷത്താൽ വിളി കേൾപ്പാൻ നമുക്കിടയായി. പക്ഷേ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, വി ആർ ജസ്റ്റിഫൈഡ്.
ആ നീതീകരിച്ചവരെ എന്തോ ചെയ്യുകയാണ്? തേജസ്കരിച്ചു മരിക്കുന്നു. നാം തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ അതിൻ്റെ ഷുവർട്ടി. ദൈവം വിളിച്ചൊരു മനുഷ്യൻ, നീതീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ 101%, 100% അവൻ തേജസ്കരിക്കപ്പെടും. അവൻ്റെ ഇടയ്ക്കൊന്നും പോവുകയല്ല രക്ഷയൊന്നും. അവൻ നീതീകരിക്കപ്പെട്ടവൻ, അവൻ തേജസ്കരിക്കപ്പെടും. ഇത് തന്നെ അബ്രാഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ പറയുന്നു, ഫ്രാത്ത് നദി മുതൽ ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി വരെയുള്ള സ്ഥലം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇന്ന് വരെ കിട്ടിയിട്ടില്ല, ഇന്ന് വരെ അവരുടെ ചരിത്രത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, ഇത് തന്നിരിക്കുന്നു. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പം കൊടുത്തു. അത് കൊടുത്തതാ, അത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവർക്കത് കൊടുക്കും. എന്നാലോചിച്ച് നോക്കണം, എത്ര രാജ്യമാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ സൂക്ഷിച്ചപ്പോൾ ഓർക്കുകയാണ്, ജോർദാന്, സൗദി അറേബ്യ, സിറിയ, ലെബനോന്, ഇറാഖിൻ്റെ പ്രദേശം, ഈജിപ്തിൻ്റെ ഇതെല്ലാം അങ്ങ് കൊടുക്കുക. അത് ഇസ്രായേലിന് കൊടുത്തിരിക്കുക. 2 നദികളുടെ ഇടയ്ക്കുള്ള സ്ഥലം കൊടുത്തിരിക്കുകയാണ്. അത് കൊടുക്കും. കർത്താവ് വരുമ്പോൾ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ വാഗ്ദത്തം ചെയ്തൊക്കെ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത് നമുക്ക് ലഭിക്കും. ഇതൊക്കെ നമുക്കുള്ളതാ, നമുക്ക് തരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത് തേജസ്കരിച്ചു മരിക്കുന്നു. നമ്മൾ കൊലോസ്യ ലേഖനം 3:4 വായിക്കുന്നു, അവൻ തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എന്തൊരു ഗ്യാരണ്ടിയാണ്! ആ ഗ്യാരണ്ടിയാണ്. ഞാൻ 4ാമത്തെ ഫ്രീഡം എടുക്കുകയാണ്, അതുകൊണ്ട് എടുത്ത് അവസാനിപ്പിക്കാം. ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എന്താ ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? ഒരിക്കലും നിൻ്റെ രക്ഷ നഷ്ടപ്പെടത്തില്ല. ഇനിയുള്ള ഭാഗം വളരെ ശ്രദ്ധയോടെ എല്ലാവരും ഒന്ന് നോക്കി. നിൻ്റെ രക്ഷ എന്നോ കാരണം കൊണ്ടും നഷ്ടപ്പെടത്തില്ലെന്ന് പറയുക. അതാണ് ഫ്രീഡം ഫ്രം ഭയമില്ലാത്ത ജീവിതം. ഭയം, ഇത് പോകുമോ, ഇത് നഷ്ടപ്പെടുമോ, അയ്യോ ഞാനൊരു തെറ്റ് ചെയ്തു, ഇത് പോയോ, ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചോ, ഈ ഭയത്തിൽ ജീവിക്കുകയാണ് വിശ്വാസികളിൽ ഒരു വലിയ പങ്ക് ആളുകൾ. ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മദറിലോ നല്ലൊരു സഹോദരി ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് തന്നെ ജീവിക്കുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം, വെല്ലച്ചാതി അങ്ങ് ചെന്നാൽ മതി. ഫ്രീഡം, ഫിയർ, വെല്ലച്ചാതി അങ്ങ് ചെന്നാൽ മതി. ആ ഭയം മനസ്സിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ജീവിക്കാനാണോ ദൈവം ഉദ്ദേശിക്കുന്നത്? 31 തൊട്ടുള്ള വാക്യം നോക്കിയാൽ 39 വരെ പൗലോസ് ആണി അടിച്ച് കയറ്റുന്ന പോലെ പറയുകയാണ്, യു ഹാവ് ഫ്രീഡം ഫ്രം ഫിയർ. നിനക്ക് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നോ സെപ്പറേഷൻ, ഒരു വേർപാടുമില്ല. നിനക്ക് ശിക്ഷയില്ലെന്ന് മാത്രമല്ല, നിനക്കിനി ഒരു വേർപാടുമില്ല. അതാണ് 31 തൊട്ട് പറയുന്നത്. നമുക്ക് ആ ഭാഗം നോക്കാം. ഇത് സംബന്ധിച്ച് നാം പിന്നെ ചോദ്യങ്ങളാണ്. പൗലോസ് അങ്ങോട്ട് ഒരു 5 ചോദ്യം നിരത്തി അങ്ങ് വെക്കുക. പൗലോസിൻ്റെ താത്വികമായ ചിന്തകളുടെ പ്രകടനമാണ് ഇവിടെ കാണുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? 1-ാം ചോദ്യം. 2, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും കൂടി ഏൽപ്പിച്ചു വന്ന് അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നത് ആര്? യേശുക്രിസ്തു മരിച്ചവൻ മരിച്ചു ഉയർന്നവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കുന്നത് ആരാണ്? പിന്നെ പൗലോസിന് പറയാൻ കഴിയുന്നതൊക്കെ അങ്ങ് പറഞ്ഞു. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, എന്തുവാ നമ്മളെ വേർതിരിക്കാൻ പോകുന്നത്? ഇവരെല്ലാം കൂടെ വന്ന് നമ്മളെ തല്ലിക്കൊല്ലാൻ നോക്കുക. എവിടെ കൊണ്ടു? നമ്മളെ ഇതിൽ നിന്ന് വേർതിരിക്കുമോ? 200 വർഷം റോമൻ ചക്രവർത്തിമാരെ നോക്കി ഇവരെ ഒന്ന് പിന്തിരിപ്പിക്കാൻ. ചുട്ടു നോക്കി, കത്തിച്ചു നോക്കി, വന്യമൃഗങ്ങളുടെ മുന്നിൽ എറിഞ്ഞു നോക്കി, ഇവരെ ടാറ് വരട്ടി കത്തിച്ചു നോക്കി, ബ്രാസ് ബുള്ളിനകത്ത് അടച്ചിട്ട് തീ കൊണ്ട് ചെറുകെ ചൂടാക്കി റോസ്റ്റ് ചെയ്തെടുത്ത് നോക്കി. അവസാനം ഇവരെ കൊല്ലുന്ന നീറോ പ്രാന്തനെ പോലായി. കാരണം എന്നാ? ഇവരൊക്കെ ചാകുമ്പോൾ പാട്ട് പാടി ചാകുക. പുള്ളി ഇവർ പാട്ട് പാടാതിരിക്കാൻ എല്ലാ മാർഗങ്ങളും നോക്കി. പക്ഷേ എന്തെല്ലാം ഉദരവും കൂടുന്നു അപ്പോഴെല്ലാം ഇവർ പാട്ട് പാടുക. അവസാനം അയാൾ പ്രാന്തനെ പോലായി. ഇവിടെ ചോദിക്കുന്നതാ, ഇത് വല്ലോ ഞങ്ങളെ ഈ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുമോ? സാധ്യമല്ല.
നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്തോ വാക്ക് വേണ്ടി? അല്ല, ഇതിൽ കൂടുതൽ എന്താ ഭാഷ ഉപയോഗിക്കേണ്ടത്? പൗലോസോട് പറയുന്നത്, നിങ്ങൾ ഭയമില്ലാതെ ജീവിക്കുക, നിങ്ങളെ ലിവ് വിതൗട്ട് ഫിയർ. നിങ്ങളെ ഒരിക്കലും വേർപെടുത്തുന്ന ഒരു സംഭവം ഒന്നുമില്ല, ഒരു നിവൃത്തിയില്ല. നോക്കുക, നാം ദൈവത്തിന് there is no condemnation. നമുക്ക് ശിക്ഷാവധിയില്ല. ദൈവം നമ്മളെ നീതീകരിച്ചു. ന്യായപ്രമാണത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ജഡത്തോട് കടംപെട്ടവരല്ല. നമ്മുടെ ഉള്ളിൽ ആത്മാവ് വന്ന് നമ്മളെ ധൈര്യപ്പെടുത്തി നമ്മളെ ന്യായപ്രമാണത്തിന് നിവർത്തിക്കുകയാണ്. മാത്രമല്ല, നമുക്കൊരിക്കലും വേർപാടില്ല. അവനിൽ നിന്ന് നമ്മളെ വേർപെടുത്താൻ കഴിയില്ല. 8:35 പൗലോസ് എന്നാ പറയുന്നത്? ഈ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? ആർക്കും സാധിക്കില്ല. ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫൈനൽ സെക്ഷൻ. ഇതിൻ്റെ അവസാനത്തെ ഭാഗം, ഇറ്റ് ഈസ് എ സെക്യൂരിറ്റി ഓഫ് ദ ബിലീവർ ടു ലിവ് വിതൗട്ട് ഫിയർ. കഴിഞ്ഞ സംഭവങ്ങളോ ഇന്നത്തെ സംഭവങ്ങളോ ഫ്യൂച്ചർ സംഭവങ്ങളോ എന്ത് സംഭവമായിക്കോട്ടെ, ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കൽ. പൗലോസ് അവിടെ അതോടുള്ള ബന്ധത്തിൽ കൊണ്ടുവരുന്ന 5 ആർഗ്യുമെൻ്റ് ഞാൻ കാണിക്കാം. 5 ആർഗ്യുമെൻ്റ് വാദിക്കുകയാണ്. ആ വാദം ഒന്ന് ശാന്തമായി ചിന്തിച്ച് 31 വാക്യം നോക്കാം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? എന്നെ സൗന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 32 വാക്യത്തിൽ പറയുന്ന കാര്യം നോക്കിയേ. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കും. സ്വന്തം പുത്രനെ ആദരിയാതെ. ഞാൻ കെട്ടുന്ന വാച്ച് ടിസോട്ട് വാച്ച. ഈ വാച്ച് മേടിച്ചപ്പോൾ ഒരു നല്ല പെട്ടിയുടെ തന്നു. ആ പെട്ടി ഒന്ന് കാണണം. ബ്യൂട്ടിഫുൾ ബോക്സ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ വാച്ച് മേടിച്ചപ്പോൾ ആ പെട്ടിക്ക് പൈസ കൊടുത്തില്ല. ഈ വാച്ച് മേടിച്ചപ്പോൾ അത് ഫ്രീയാ. സ്വന്തം പുത്രനെ ആദരിയാതെ തന്നെങ്കിൽ അവനോടുകൂടെ ഈ പെട്ടി ഇതെല്ലാം തരും. ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി തന്നെങ്കിൽ ബാക്കിയൊക്കെ ഈ വാച്ചിൻ്റെ പെട്ടി തരുന്ന പോലെയേ ഉള്ളൂ. മറ്റൊന്നും ദൈവത്തിന് തരുന്നത്, പൗലോസ് ചോദിക്കുന്നതാണ്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആരാണ്? 34 വാക്യം നോക്കിയാട്ടെ. 34 വാക്യം, ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദ സൺ ഈസ് ഫോർ അസ്. ദൈവം നമുക്ക് അനുകൂലം. നിങ്ങൾ ഓരോന്നൊന്ന് നോട്ട് ചെയ്തേ. ദൈവം നമുക്ക് അനുകൂലം. പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 26 വാക്യം നോക്കിയാട്ടെ. 26 വാക്യം, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. സൗന്മാരെ നിങ്ങൾ നോട്ട് ചെയ്തോ? ദൈവം നമുക്ക് അനുകൂലം, പുത്രൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഉള്ളിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ത്രിയേക ദൈവം. ത്രിയേക ദൈവം. ഈ ത്രിയേക ദൈവം നമുക്ക് തീർന്നില്ല. 28 വാക്യത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു, ഈ ദൈവം നിർണയപ്രകാരം വിളിച്ച ദൈവമക്കൾക്ക് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നു. ശരിയാ, ചിലപ്പോൾ ഞാനങ്ങ് തെറ്റ് ചെയ്തു, ഞാനങ്ങ് അരുതാത്തത് ചെയ്തു, അതും നന്മയ്ക്കാക്കി തീർക്കുക. സകലവും നന്മയ്ക്കാക്കി തീർക്കുന്നു, കൂട്ടി വ്യാപരിക്കുന്നു പറയുമ്പോൾ അതിനകത്തൊന്ന് വേറെ ചിലതെല്ലാം മാറ്റി വെക്കാൻ നോക്കൂ? വേറെ കുറേ എന്തെങ്കിലും മാറ്റി വെക്കാൻ നോക്കൂ? സകലവും എന്നുള്ള വാക്കിൽ ദൈവം സകലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗോഡ് ഈസ് മേക്കിംഗ് ഓൾ തിങ്സ് വർക്ക് ഫോർ അസ്. എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് നോക്കിയാട്ടെ. ഗോഡ് ഈസ് ഫോർ അസ്. ദൈവം നമുക്ക് അനുകൂലം, പുത്രൻ നമുക്ക് വേണ്ടി, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം. നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ യാക്കോബ് പറഞ്ഞ പോലെ പറയാം. യാക്കോബ് ഉൽപ്പത്തി 42:36 വായിക്കുമ്പോൾ സകലവും എനിക്ക് പ്രതികൂലമാണ്. ഓൾ തിങ്സ് ആർ അഗെയിൻസ്റ്റ് മീ, യാക്കോബ് പറഞ്ഞു. പക്ഷെ യാക്കോബ് പറഞ്ഞില്ലേ, ദൈവം യാക്കോബിനെ നോക്കിക്കൊണ്ടെല്ലാം അവൻ്റെ നന്മയ്ക്കാക്കി തീർക്കുകയാണ്. യാക്കോബ് ഭയങ്കര ചതിയനാണ്.
നമുക്കറിയാം, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നപ്പോഴേ അവൻ്റെ സ്വഭാവം അറിയാം. അവിടും തുടങ്ങിയതാണ്. എല്ലാ പണിയും തൻ്റെ കയ്യിലുണ്ട് യാക്കോബ്. പക്ഷെങ്കിൽ യാക്കോബിൻ്റെ മരണം കണ്ടോ? അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴായി ഈ എളിക്കൊരു പിടി പിടിച്ചു. പിന്നെ അതിൻ്റെ ശേഷം പുള്ളിക്കാരനെ ഓരോ ചുവട് വെക്കുമ്പോഴും ഒരു ചെറിയ ഓരുണ്ട്. അപ്പോൾ ഓരോ ചുവട് വെക്കുമ്പോഴും അറിയാം ദൈവം അവനെ പിടിച്ചു. അവസാനം വായിക്കുന്ന എന്താണ്? യാക്കോബ് കട്ടിൽമേലിരുന്ന് ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ നമസ്കരിച്ചുകൊണ്ട്, അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വലുപ്പമൊക്കെ കൈകളൊക്കെ പിണഞ്ഞു വെച്ച് മൂത്തവൻ ഇളയവനെ സേവിക്കും, ആ പ്രവചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് മരിക്കുമ്പോൾ ആ യാക്കോബിനെ അങ്ങനെ ആക്കിയത് ആരാ? ഈ ജീവിതത്തിൽ നടന്നതെല്ലാം തിരിച്ച് ലാബാൻ്റെ അടുക്കലോട്ട് കൊണ്ടിട്ടു. അവൻ്റെ സ്വഭാവം ഏതാണ്ടുള്ള വേറെ ഒരുത്തനെ. അമ്മാച്ചനും അതേ സ്വഭാവമാണ്. തിരിച്ച് രണ്ടും കൂടെ ഒരസി 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 റെഡിയായി. ഒരാളെ കളിപ്പിക്കുന്നു, മറ്റേ കളിപ്പിക്കുന്നു. എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നു സകലവും. ഗാഡ് ഈസ് വർക്കിംഗ് എവ്രിതിങ് ഫോർ മീ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ജെരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഐ ഹാവ് എ തോട്ട് കൺസേണിങ് യു, എ തോട്ട് ഓഫ് പീസ് ആൻഡ് പ്രോസ്പെറിറ്റി, ടു ഗിവ് യു എ ഗുഡ് ഫ്യൂച്ചർ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർക്കണം, എന്നെക്കുറിച്ചൊരു ചിന്ത ദൈവത്തിനുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു ചിന്ത ദൈവത്തിനുണ്ട്. ആ ചിന്തകൾ നന്മയ്ക്കായിട്ടുള്ള ചിന്തയാണ്. നമ്മൾ ഓർത്തതുപോലെ ഗോഡ് ഈസ് ഫോർ അസ്. 31-ാം വാക്യം, റോമലേഖനം 8:31, ഗോഡ് ഈസ് ഫോർ അസ്, ദൈവം നമുക്ക്. 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു, അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഈ ആർഗ്യുമെൻ്റ് എന്താണെന്നറിയാമോ? ഇതിന് പറയുന്ന പേര് ഫ്രം ലെസർ ടു ഗ്രേറ്റർ, ചെറുതിൽ നിന്ന് വലുത്. കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിലും കർത്താവ് അങ്ങനെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു, മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 തൊട്ടുള്ള വാക്യം വായിച്ചാൽ, വയലിലെ ലിലി പുഷ്പങ്ങളെയും ഈ താമരയൊക്കെ ദൈവം ഇങ്ങനെ ചമച്ച് അവയെ ടേക്ക് കെയർ ചെയ്യുന്നെങ്കിൽ നിങ്ങളെ എത്രയധികം ഈ പൂക്കളെയും ഈ സസ്യങ്ങളെയൊക്കെ ഇങ്ങനെ ചമയിച്ച് ഇങ്ങനെ നോക്കാൻ ദൈവം ഇത്ര തൽപരനാണെങ്കിൽ നിങ്ങളെയോ? അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ടെന്ന് പറഞ്ഞു. ആർഗ്യുമെന്റ് നോക്കിയേ, ഫ്രം ലെസർ ടു ഗ്രേറ്റർ. അതേ ആർഗ്യുമെന്റ് ഇവിടെ തന്നത്. സ്വന്തം പുത്രനെ ആദരിയാതെ ഏൽപ്പിച്ചു തന്നു, ഇനി അവനോട് കൂടെ സകലവും തരാതിരിക്കുമോ? ആർഗ്യുമെന്റാണ് അവിടെ വന്നത്. മൂന്നാമത് നോക്കിയേ, 33-ാം വാക്യം, ഗോഡ് ഹാസ് ജസ്റ്റിഫൈഡ്, ദൈവം നമ്മളെ നീതീകരിച്ചു. ദൈവം നമ്മളെ നീതീകരിച്ച് ക്രിസ്തുവേശൻ നമ്മളെ നീതീകരിച്ചു. നമ്മൾ നേരത്തെ പഠിച്ച റോമാലേഖനം 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നോക്കിയോട്ടെ, സാത്താന് നമ്മളെ കുറ്റം പറയാൻ ആഗ്രഹമുണ്ട്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6 തൊട്ട് 12 വരെയുള്ള വാക്യം വായിച്ചാൽ, ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോൾ സാത്താനും അവിടെ ചെന്നിട്ടുണ്ട്. അവന് പറയാനുള്ളത് തന്നെ കുറ്റങ്ങളെ പറയാനുണ്ട്. സക്കറിയ 3-ന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യം നോക്കിയാൽ, മഹാപുരോഹിതനായ ജോഷുവ അവന് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന അവിടെ ചെന്ന് പറഞ്ഞിരിക്കുക. വെളിപാട് പുസ്തകം 12:12, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന വാദി അവിടെയും ചെന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെ സാത്താൻ കുറ്റം പറയുന്നു. നമ്മുടെ മറ്റുള്ളവർ നമ്മളെ ചിലപ്പോൾ കുറ്റം പറയും, മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയും. ഇനിയും പോരാൻ ചിലപ്പോൾ നമ്മളും നമ്മളെ തന്നെ കുറ്റം പറയും. ഐ ക്യാൻ കണ്ടം മീ, എനിക്ക് എന്നെ തന്നെ കുറ്റം പറയാം, മറ്റുള്ളവർക്ക് എന്നെ കുറ്റം പറയാം, സാത്താൻ എന്നെ കുറ്റം പറയാം. പക്ഷേ ഇവിടെ ഒരാൾ ദൈവം നീതീകരിച്ചുകൊണ്ടിരിക്കുക. ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? ദൈവത്തിൻ്റെ എൻ്റെ ക്രിസ്തീയ അനുഭവങ്ങൾ നാൾതോറും മാറിയേക്കാം, പക്ഷേ ദൈവം എന്നോട് ഇടപെടുന്ന ആ ഇടപെടലിന് ഒരിക്കലും വ്യത്യാസമില്ല. 4-ാമത്തെ ആർഗ്യുമെന്റ് നോക്കിയാട്ടെ, 34-ാം വാക്യം, ക്രിസ്തുയേശുവും മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തേറ്റവൻ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കാൻ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്തു.
ക്രൈസ്റ്റ് ഇന്റർസീഡ് ഫോർ us. 2 പേര് പക്ഷപാതം ചെയ്യുന്നുണ്ട്. ദൈവമക്കൾ ഓർക്കണം, 2 പേര്. ഒന്ന്, റോമാലേഖനം 8:34 സ്വർഗത്തിൽ യേശുക്രിസ്തു പക്ഷപാതം ചെയ്തു. ഭൂമിയിലോ 8-ാം അധ്യായത്തിന്റെ 26-27 വാക്യം. ഭൂമിയിലെ 26-27 വാക്യത്തിൽ എന്താ വായിച്ചത്? വേണ്ടുപോലെ പ്രാർത്ഥിക്കണം നാം അറിയുന്നില്ല, ഉച്ചരിച്ചുകൂടാത്ത ആത്മാവിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവപ്രകാരം പക്ഷപാതം ചെയ്തു. സഹോദരന്മാരെ, സ്വർഗത്തിൽ യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു, ഭൂമിയിൽ പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്തു. ആരാ ഇവർ 2 പേരും? ദൈവം, തൃത്വത്തിൽ 2-ാമനും 3-ാമനും. ഒരാൾ സ്വർഗത്തിൽ, ഒരാൾ ഭൂമിയിൽ പക്ഷപാതം ചെയ്യുക. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. വലിയ ആളുകൾക്കൊക്കെ, വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഈ പക്ഷപാതം ചെയ്യാൻ അഡ്വക്കേറ്റും ഒക്കെ ഉള്ളൂ. നമ്മൾ ഓർക്കണം, എബ്രായലേഖനം 4:14-16 വരെ വായിക്കുന്നു, ക്രിസ്തു യേശു നമ്മുടെ മഹാപുരോഹിതനായി സ്വർഗത്തിലുള്ളത് കൊണ്ട് നമുക്ക് പരിശോധനകൾ വരുമ്പോൾ, ശത്രു നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ, ഏത് സമയത്തും കൃപയ്ക്ക് വേണ്ടി അവൻ്റെ സന്നിധിയിൽ ചെല്ലാം. അവനൊരു മഹാപുരോഹിതനാണ്. ഇവിടെ വായിക്കുന്നു, ഈസ് അവർ അഡ്വക്കേറ്റ്. അവൻ പക്ഷപാതം ചെയ്യുകയാണ്. 1 യോഹന്നാൻ 1:9 വാക്യം നമ്മൾ വായിക്കുന്നു, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹീസ് ആൻ അഡ്വക്കേറ്റ്. ആ അഡ്വക്കേറ്റിൻ്റെ ജോലി തന്നെ നമ്മളെ പ്രതിനിധീകരിക്കുകയാണ്. ഈ റെപ്രസെൻറ്റിങ് അസ്, നമ്മളെ ദൈവസന്നിധിയിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഷുവർട്ടി ഓഫ് അവർ സാൽവേഷൻ. പത്രോസ് കുറ്റം ചെയ്തു, പ്രാഗി ആണയിട്ട് പറഞ്ഞു, എനിക്കിവനെ അറിയത്തില്ല. ആലോചിച്ച് പ്രാഗി പറയുക, എനിക്കിവനെ അറിയത്തില്ല. പക്ഷെ കർത്താവ് എന്താ ചെയ്ത്? നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ഇങ്ങനെയൊക്കെ പത്രോസിനെ റീസ്റ്റോർ ചെയ്തെടുത്ത് കർത്താവ് ലൂക്കോസ് 22:31 വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. കർത്താവ് റീസ്റ്റോർ ചെയ്തെടുത്തു. എന്നാൽ നമ്മൾ ഓർക്കണം, കർത്താവ് അവൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എബ്രായലേഖനത്തിൽ ഒരു വാക്യം വായിക്കാം, 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. എബ്രായലേഖനം 7:25. അങ്ങനെയാണെങ്കിൽ ഇവിടെ വായിക്കുന്ന എന്നാ? താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. രക്ഷിക്കുമോ? അതോ ഇടയ്ക്ക് ഇട്ടേച്ച് പോകുമോ? എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ? ഇല്ല. ഇവിടെ പറയുന്നത്, അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, പക്ഷപാതം ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നു. ഞാൻ അവനിലൂടെ ദൈവത്തിൻ്റെ അടുത്ത് വന്നാൽ എന്നെ പൂർണ്ണമായി രക്ഷിക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഹി വിൽ സേവ് us to the uttermost. ഐ ക്യാൻ ഫെയിൽ, എനിക്ക് പരാജയപ്പെടാം, അരുതാത്തൊക്കെ ചെയ്യാം, എന്നെ കൈവിടത്തില്ല. 35 വാക്യം. ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത്, ക്രൈസ്റ്റ് ലവ്സ് us. ഇവിടെ നമുക്ക് ഒന്ന് നോക്കാം. ക്രിസ്തുയേശുവിൻ്റെ സ്നേഹം നമ്മളെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിൽ നമുക്ക് പരീക്ഷകളൊക്കെയുണ്ട്, പരിശോധനകളുണ്ട്, വേദനകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇത് നമുക്ക് ദൈവം മാറ്റിത്തരികയല്ല. ഒരു വാക്യം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10:13 വാക്യം നോക്കിയാട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴികളും ഉണ്ടാക്കും. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. പരീക്ഷ സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴികൾ തരുവാൻ സാധിക്കുന്ന ദൈവത്തിന് പരീക്ഷ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ പോരെ? പോക്കുവഴി തരാനൊക്കും ദൈവത്തിന്. ദൈവം ഓരോ സന്ദർഭങ്ങളിലും പോക്കുവഴി തരുന്നു. പോക്കുവഴി തരുന്ന ദൈവത്തിന് ഈ പരീക്ഷ തരാതിരിക്കാൻ കഴിയുമല്ലോ. പക്ഷെ ഇവിടെ വായിക്കുന്ന തന്നെ, നിങ്ങൾ സഹിപ്പാൻ കഴിയേണ്ടതിന്. നിങ്ങൾ സഹിച്ചേ ഒക്കത്തുള്ളൂ. എന്തിനാ സഹിക്കുന്നത്? എൻ്റെ സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസവും നമ്മൾ പഠിക്കുകയുണ്ടായി. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും,
ഉളവാക്കുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ്. സഫറിങ് പ്രൊഡ്യൂസസ്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ഒരു വാക്യം കൂടെ പത്രോസ് ലേഖനത്തിൽ ഞാൻ വായിച്ചോട്ടെ. 1 പത്രോസ്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു ഈ സഫറിങ്. അത് നമ്മൾ സഹിച്ചാലേ ഒക്കുള്ളൂ. ഈ ലോകത്തിൽ വെച്ച് നമ്മളെ ശരിയാക്കിയെടുക്കുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധനയിരിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇന്നത്തെ വേദനകളൊക്കെ ഉണ്ടല്ലോ, അത് അന്ന് വലിയ തേജസ്സിനും പുകഴ്ചയ്ക്കും ഇവിടെയായി മാറും. പത്രോസിനെ രേഖപ്പെടുത്തിയ ഒരു വാക്യം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം. 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുന്നതോട് സന്തോഷിച്ചുകൊള്ളുവേൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നുവല്ലോ. ഈ കഷ്ടങ്ങൾ വരുമ്പോൾ സന്തോഷിപ്പാൻ പറയും. തേജസ്സിൻ്റെ ഹരം നമുക്ക് ലഭിപ്പാനിടയായി മാറുന്നു. ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഒരു വാക്യമെടുത്ത് കോട്ട് ചെയ്തു. 36-ാം വാക്യം. നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു. സങ്കീർത്തനം 44-ന്റെ 22-ാം വാക്യം. പീഡന കാലഘട്ടത്തിൽ യഹൂദനെ കൊല്ലുന്നതാണ് അവിടുത്തെ വിഷയം. അറുക്കുന്ന ആടുകളെ പോലെ യഹൂദനെ കൊന്നൊടുക്കുന്നു. എന്നാൽ അത് വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ ഇവിടെ എടുത്ത് കോട്ട് ചെയ്തിരിക്കുക. നിന്റെ നിമിത്തം ഞങ്ങളെ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇതെല്ലാം നമ്മൾ സഫർ ചെയ്യുന്നതിൻ്റെ കാരണം ദൈവം മൂലമാണ്. ബിക്കോസ് ഓഫ് ഹിം. ഈ സഫറിങ് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. വിശുദ്ധന്മാർക്ക്, ദുഷ്ടന്മാർക്ക് സുഖമാണ്. ആസാഫ് പറയുന്നുണ്ടല്ലോ സങ്കീർത്തനം, ഞാൻ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവർ സുഖമായിട്ടിരിക്കുന്നു. എന്നാൽ ഞാനോ ഇങ്ങനെ ബാധിതനായി കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നു. അതെ, ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. എന്തിനാണ്? നിത്യ തേജസ്സിൻ്റെ കാരണമായി മാറും. എന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അറുപ്പാൻ ആളുകളെ പോലെ ഞങ്ങളെ എണ്ണും. ഇതൊക്കെ നിന്റെ നിമിത്തം ഞങ്ങൾ സഹിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ, ഈ ദൈവം മൂലം, ദൈവത്തിൻ്റെ നാമം മൂലം നമ്മൾ സഹിക്കുമ്പോൾ ഇവൻ നമ്മളെ കൈവിടുമോ? ഇല്ല, കൈവിടത്തില്ല. എന്ന് മാത്രമല്ല, ഈ 37-ാം നാമവും നമ്മെ സ്നേഹിക്കുന്ന മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. ഇംഗ്ലീഷിൽ വായിച്ചാൽ വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. അവിടെ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം വി ആർ സൂപ്പർ കോൺകറേഴ്സ്. ഇതിലൊക്കെ ഞങ്ങൾ ജയം പ്രാപിച്ചു പോവുകയാണ്. വി ആർ സൂപ്പർ കോൺകറേഴ്സ്. ഇത് ദൈവം തന്ന ഈ ഉറപ്പുണ്ടല്ലോ, ഇതിനൊരു കണ്ടീഷനും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഓർപ്പിക്കട്ടെ, ദർ ഈസ് നോ കണ്ടീഷൻ. നീ അത് ചെയ്താൽ ഞാനിത് ചെയ്യാമെന്ന് ദൈവം പറഞ്ഞില്ല. ദർ ഈസ് നോ കണ്ടീഷൻ. വിശുദ്ധന്മാരുടെ ഭദ്രത ഇവിടെ നമുക്ക് ഓർപ്പിക്കാം. ഒന്നും നമ്മളെ വേർപെടുത്താൻ കഴിയില്ല എന്ന് നമ്മളെ വായിക്കുന്നു. നമുക്കൊന്നുകൂടെ വായിക്കാം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മളെ വേർതിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നത്തിങ് വിൽ സെപ്പറേറ്റ് us. നമുക്ക് ശിക്ഷാവിധിയില്ല. ന്യായപ്രമാണം അനുസരിപ്പാൻ നമുക്ക് കടപ്പാടില്ല. ന്യായപ്രമാണത്തിന് നീതി ആത്മാവ് നമ്മൾ നിവർത്തിക്കുന്നു. നമുക്ക് ദുഃഖിപ്പാൻ ഒരു കാരണവുമില്ല. നമ്മളെ വേർപെടുത്തുന്ന ഒന്നുമില്ല. God is for us. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? എന്തൊരു അധ്യായം, എന്തൊരു വിശ്വാസ ജീവിതം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ ചിന്തകൾ എത്ര വലുതാണ്. ഞങ്ങൾ റോമാലേഖനം 8-ാം അധ്യായത്തിലൂടെ ഞങ്ങളെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ, ഞങ്ങളുടെ ഉള്ളിൽ നിൻ്റെ ആത്മാവിനെ നൽകിയപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നിൻ്റെ പുത്രൻ ഉയരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ധൈര്യവും ഉറപ്പും, ഞങ്ങൾക്ക് എത്ര വർണ്ണിച്ചാലും തീരാതെ വണ്ണമാണ് നിൻ്റെ നന്മകൾ. കർത്താവേ, ഞങ്ങളെ നീ തിരുവചനത്തിൽ വായിച്ച പോലെ ഞങ്ങളെ ദൈവം മുന്നമേ കണ്ടുകൊണ്ട് ഞങ്ങളെ വിളിച്ചു.
ഞങ്ങളെ തേജസ്സിനായി അങ്ങ് മുന്നൊരുക്കി. ദൈവം ഞങ്ങളെ പ്രീഡെസ്റ്റൈൻ ചെയ്തു നിൻ്റെ പുത്രനെ പോലെ ആക്കി തീർക്കുവാൻ. അതിൻ്റെ പ്രോസസ്സിൽ ഞങ്ങൾ ഓർത്തതുപോലെ കഷ്ടതകളും വേദനകളും ഒക്കെ ഇവിടെയുണ്ട്. ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളിൽ പരാജയങ്ങളൊക്കെ വരും. അതെല്ലാം നീ നന്മയ്ക്കാക്കി കൂട്ടി വ്യാപരിപ്പിച്ച് നിൻ്റെ പുത്രനെ പോലെ ഞങ്ങളെ ആക്കി തീർത്ത അവസാനം അത് പത്രോസ് രേഖപ്പെടുത്തിയ പോലെ നിത്യ തേജസ്സിൻ്റെ ഘനത്തിന് ഇടയായി മാറും. സ്തോത്രം. കർത്താവെ, നന്ദി പറയുന്നു. ഇത്ര ഞങ്ങളെ കരുതുവാൻ, സ്നേഹിപ്പാൻ ഞങ്ങളൊന്നുമില്ല എന്നുള്ളത് ഞങ്ങൾ ഏറ്റുപറയുന്നു. മാത്രമല്ല, എത്ര വലിയ ഉറപ്പ്! പൗലോസിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുകയാണ്. യാതൊന്നിനും ഞങ്ങളെ ദൈവസ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തത്തില്ല. ഞങ്ങളെ തന്നെ കുറ്റം പറഞ്ഞേക്കാം, ദുഷ്ടൻ ഞങ്ങളെ കുറ്റം പറഞ്ഞേക്കാം, മറ്റുള്ളവർ കുറ്റം പറഞ്ഞേക്കാം. എന്നാൽ കർത്താവ് ഞങ്ങളെ കുറ്റം പറയുന്നില്ല. അതോർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നോട് കടംപെട്ടവരാണ്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മഹത്വമെല്ലാം ഞങ്ങൾ ആ പാദത്തിൽ അർപ്പിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ ഞങ്ങൾക്ക് പ്രതികൂലമാണ്. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നതാര്? ഞങ്ങളെ നീതീകരിച്ച ദൈവമാണ്. ഞങ്ങൾക്ക് ശിക്ഷയില്ല. ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ നിൻ്റെ വചനത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേട്ട ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ, ഈ നന്മ അനുഭവിക്കാതെ ഇത്ര വലിയ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സന്തോഷം തിരസ്കരിക്കുന്നെങ്കിൽ കർത്താവെ, അവരോട് നീ ഇടപെട്ട് നിന്നിലുള്ള സന്തോഷം മനസ്സിലാക്കി വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങളെ നിൻ്റെ വിരിക്കപ്പെട്ട ചെറുകടിയിൽ സൂക്ഷിക്കണം. ഞങ്ങളിനിയും മടങ്ങി വന്ന് ഒന്നിച്ച് ദൈവവചനം ധ്യാനിക്കുവോളും ഞങ്ങളെവിടെയൊക്കെയാണോ അവിടെയൊക്കെ നീ ഞങ്ങളെ കാക്കണം. നീ മഹത്വം എടുക്കണം. ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.